നമസ്കാരം. ജൂലൈ 25 ശനിയാഴ്ച ഏകാദശിയാണ്. ഈ ഏകാദശിക്ക് ദേവശയനി ഏകാദശി എന്നാണ് പറയുന്നത്. ഈ ഏകാദശിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചതുർമാസം ആരംഭിക്കുന്നു എന്നതാണ്. ചതുർമാസം എന്ന് പറഞ്ഞാൽ 4 മാസമാണ്. ഭഗവാൻ മഹാവിഷ്ണു യോഗ നിദ്രയിലായിരിക്കുന്ന ഈ 4 മാസത്തെയാണ് ചതുർമാസം എന്ന് പറയപ്പെടുന്നത്. ശ്രാവണം, ഭാദ്രപദം, അശ്വിനി മാസം, കാർത്തിക മാസം എന്താണ് ഈ 4 മാസങ്ങൾ. ദേവശയനി ഏകാദശിയിൽ യോഗ നിദ്രയിലേക്ക് പോകുന്ന ഭഗവാൻ മഹാവിഷ്ണു കാർത്തിക മാസത്തിലെ ഏകാദശിയിലാണ് യോഗ നിദ്രയിൽ നിന്ന് ഉണരുന്നത്. ഈ 4 മാസത്തിന് വളരെ അധികം പ്രത്യേകതകളുണ്ട്. ചതുർമാസ വ്രതം ഒക്കെ എടുക്കുന്നവരുണ്ട്. ചതുർമാസ വ്രതമൊന്നും ആചരിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയും ഈ 4 മാസങ്ങളും ഭഗവാൻ ശ്രീഹരിയുടെ നാമങ്ങൾ ചൊല്ലുന്നത് വഴി നമുക്ക് വളരെയധികം പുണ്യവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകും. ഈ ഏകാദശിക്ക് ദേവശയനി എന്നൊരു പേരു ലഭിച്ചത് തന്നെ ഭഗവാൻ ശയിക്കുന്ന ഏകാദശി എന്നുള്ളതുകൊണ്ടാണ്. ഇപ്രാവശ്യം ഏകാദശി തിഥി ആരംഭിക്കുന്നത് ജൂലൈ 24 വെള്ളിയാഴ്ച ആണ്. രാവിലെ 9:12 ആരംഭിക്കുന്നത്. ജൂലൈ രാവിലെ 11:34 ഏകാദശി അവസാനിക്കുന്നത്. നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ജൂലൈ 25 എല്ലാ ഏകാദശിക്കും ഒരു വ്രത മഹാത്മ്യ കഥയുണ്ട്. ഈ ഏകാദശി വ്രതകഥയെക്കുറിച്ച് പവിഷോത്തര പുരാണത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തതാണ് ഈ വ്രത മഹാത്മ്യ കഥ. ഒരിക്കൽ മന്ദത എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് എല്ലാ പ്രജകളും വളരെ സന്തോഷത്തോടും സമ്പൽ സമൃദ്ധികളോടും കൂടിയാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. പെട്ടെന്ന് ആ നാട്ടിൽ 3 വർഷങ്ങളായി മഴയേ പെയ്തില്ല. 3 വർഷം ഒരിടത്ത് മഴ പെയ്തില്ലെങ്കിൽ അവിടെ വരൾച്ചയാകും. അങ്ങനെ ആ രാജ്യം മുഴുവൻ വറുതിയിലായി. രാജാവ് ഒരുപാട് മഹർഷിമാരോടും ആത്മീയ ഗുരുക്കന്മാരോടും എല്ലാം ഇതിനൊരു പരിഹാരം അന്വേഷിച്ചു. എന്നാൽ അതിൽ ഒന്നിനും തന്നെ യാതൊരു ഫലവും ഉണ്ടായില്ല. അവസാനം അദ്ദേഹം അംഗീര മഹർഷിയെ കാണാൻ ഇടയായി. രാജാവ് വളരെ വിഷമത്തോടെ തൻ്റെ രാജ്യത്തിൻ്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അംഗീര മഹർഷി രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ ദേവശയനി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്താണോ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവും രാജ്യത്തിലെ പ്രജകളും എല്ലാവരും കൂടി ചേർന്ന് ദേവശയനി വ്രതം അനുഷ്ഠിക്കുകയും ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ രാജ്യത്ത് മഴ ലഭിക്കുകയും ആ രാജ്യം വീണ്ടും പഴയതുപോലെ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിയും എന്നാണ് കഥ. രാജാവിൻ്റെ നാട്ടിൽ എന്തുകൊണ്ട് മഴ പെയ്തില്ല? എന്നാൽ രാജാവ് മുൻ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ കൊണ്ടാണ് രാജാവിൻ്റെ നാട്ടിൽ മഴ പെയ്യാതെ ഇരുന്നത്. അപ്പോൾ നമ്മൾ ദേവശയനി ഏകാദശി നോൽക്കുന്നത് വഴി നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾ എല്ലാം മാറി നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. ഏകാദശി വ്രതം എന്ന് പറയുമ്പോൾ 3 ദിവസത്തെ വ്രതമാണ്. ദശമി, ഏകാദശി, ദ്വാദശി. ഇവിടെ ദശമി ആരംഭിക്കുന്നത് ജൂലൈ 23 വ്യാഴാഴ്ച ദശമി ആരംഭിക്കും. വെള്ളിയാഴ്ച മുഴുവൻ ഏകാദശി തിഥി ആണ്. ശനിയാഴ്ചയാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച മുതൽ സസ്യാഹാരം കഴിച്ചുകൊണ്ട് വേണം വ്രതം എടുക്കേണ്ടത്. വ്യാഴാഴ്ച ഒരിക്കൽ ഊണാണ്. വെള്ളിയാഴ്ച പഴങ്ങൾ കഴിക്കാവുന്നതാണ്. ശനിയാഴ്ച സാധാരണ ഏകാദശി വ്രതം നിങ്ങൾ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ മാത്രം നോക്കാം. വെള്ളം കുടിച്ചാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പഴവും പാലും മാത്രം കഴിച്ചാണെങ്കിൽ അങ്ങനെയും അനുഷ്ഠിക്കാം. എല്ലാവർക്കും ഇങ്ങനെ വ്രതം നോക്കാൻ ആരോഗ്യസ്ഥിതി അനുവദിച്ചുവെന്ന് വരില്ല. അങ്ങനെയുള്ളവർ ലഘുഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാവുന്നതാണ്. ഓരോ പ്രദേശങ്ങളിലും ഓരോ രീതിയിലാണ്
ഏകാദശി അന്നേക്ക് ഭക്ഷണം കഴിക്കാറുള്ളത്. ചിലർ പുഴുക്ക് കഴിക്കാറുണ്ട്, മറ്റു ചിലർ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരങ്ങൾ കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാവുന്നതാണ്. സാധാരണയായി ഏകാദശി വ്രതം എടുക്കുമ്പോൾ അരിയാഹാരം ഒന്നും തന്നെ കഴിക്കാറില്ല. പരിപ്പ്, പയറ്, ധാന്യങ്ങൾ ഇവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. എന്തൊക്കെ നമുക്ക് ഏകാദശി വ്രതം എടുക്കുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞാൽ കപ്പലണ്ടി, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവ കഴിക്കാവുന്നതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ മുതലായവയും കഴിക്കാവുന്നതാണ്. ഏകാദശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമെന്ന് പറയുന്നത് ഹരിവാസന സമയമാണ്. ഈ സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് എത്രത്തോളം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാൻ സാധിക്കുന്നുവോ അത്രയും ജപിക്കാൻ ശ്രമിക്കുക. കഴിവതും ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാൻ ശ്രമിക്കുക. ഇപ്രാവശ്യം ഹരിവാസന സമയം വരുന്നത് ജൂലൈ 25 ശനിയാഴ്ചയാണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഈ സമയത്ത് കഴിവതും ഭക്ഷണം ഒഴിവാക്കാൻ ശ്രമിക്കുക. സാധിക്കാത്തവർക്ക് മാത്രം ഭക്ഷണം കഴിക്കാം. എപ്പോഴും അവരവരുടെ ആരോഗ്യം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഏതൊരു വ്രതങ്ങളും അനുഷ്ഠിക്കേണ്ടത്. വ്രതം എടുക്കുന്ന ദിവസം പകൽ സമയം ഉറങ്ങാൻ പാടില്ല. ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് തുളസിമാല ചാർത്തി അവിടെ ഇരുന്ന് നാമങ്ങൾ ജപിക്കാൻ ശ്രമിക്കുക. ഭഗവാന് പാൽപായസ്യം, നിവേദ്യം, തൃക്കൈവെണ്ണ എന്നിവയും സമർപ്പിക്കാം. അവനവൻ്റെ കഴിവിന് അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. ശനിയാഴ്ച ദിവസം തന്നെ ഏകാദശി വരുന്നത് മഹാവിഷ്ണുവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഹരിവരാസന സമയം പോലെ തന്നെ ഏകാദശിക്ക് ഏറ്റവും പ്രധാനമുള്ള മറ്റൊരു സമയമാണ് പാരണ വീടുന്ന സമയം. പാരണ വീടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുന്ന ടൈം. മറ്റു വ്രതങ്ങൾക്ക് നമുക്ക് സൂര്യോദയത്തിന് ശേഷം ഏത് സമയത്തും വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. എന്നാൽ ഏകാദശിക്ക് മാത്രം പാരണ വീടുന്ന ആ ഒരു ടൈമിൽ മാത്രമേ തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാൻ പാടുള്ളൂ. ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ചോ അല്ലെങ്കിൽ വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 തുളസിയിലകൾ ഇട്ടുവെച്ച വെള്ളം കുടിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാം. പാരണ വീടുന്ന സമയം ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 10:30 മുതൽ 8:47 വരെയാണ്. എപ്പോഴും പാരണ കൃത്യ ടൈമിൽ തന്നെ വീടണം. ഏകാദശി എടുക്കുമ്പോൾ ഏകാദശി വ്രതം എടുത്താലും ഇല്ലെങ്കിലും ഈ ഒരു ദിവസം ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്ക് അറിയാവുന്ന നാമങ്ങൾ അത് എന്തായാലും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ തുടങ്ങിയ എന്ത് നാമങ്ങൾ വേണമെങ്കിലും നമ്മൾക്ക് ജപിക്കാവുന്നതാണ്. ദേവശയനി ഏകാദശി എന്ന് പറയുന്നത് ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോകുന്ന ഏകാദശി ആയതുകൊണ്ടും ചതുർമാസത്തിലെ ആരംഭം ആയതുകൊണ്ടും വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഏകാദശിയാണ്. ഈ ഏകാദശി എല്ലാവർക്കും അനുഷ്ഠിക്കാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം.